ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, 2026 ലോഗോസ് ക്യൂസിനുള്ള പാഠഭാഗമായ സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 50 ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഒന്നാമത്തെ ചോദ്യം: ജെറുസലേമിൽ രാജാവും ആരുടെ പുത്രനുമായ സഭാപ്രസംഗകൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഭാപ്രസംഗകൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്? എ. ദാവീദിൻ്റെ, ബി. സോളമൻ്റെ, സി. യാക്കോബിൻ്റെ, ഡി. ഓബദിൻ്റെ. ശരിയുത്തരം എ. ദാവീദിൻ്റെ. രണ്ടാമത്തെ ചോദ്യം: ആകാശത്തിന് കീഴ് സംഭവിക്കുന്നതെല്ലാം എപ്രകാരം ആരാഞ്ഞറിയാനാണ് സഭാപ്രസംഗകൻ പരിശ്രമിച്ചത്? എ. ക്ഷമയോടെ, ബി. ജ്ഞാനത്തോടെ, സി. വിവേകത്തോടെ, ഡി. ബുദ്ധിയോടെ. ശരിയുത്തരം ബി. ജ്ഞാനത്തോടെ. മൂന്നാമത്തെ ചോദ്യം: വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എങ്ങനെയുള്ളതാണ്? എ. നശ്വരമാണ്, ബി. കഠിനമാണ്, സി. ക്ലേശകരമാണ്, ഡി. അസാധ്യമാണ്. ശരിയുത്തരം സി. ക്ലേശകരമാണ്. നാലാമത്തെ ചോദ്യം: ജെറുസലേമിൽ സഭാപ്രസംഗകന് മുമ്പുണ്ടായിരുന്ന ആരേക്കാളെല്ലാം അധികം ജ്ഞാനമാണ് സഭാപ്രസംഗകൻ സമ്പാദിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? എ. ജ്ഞാനികളേക്കാൾ, ബി. മനുഷ്യരേക്കാൾ, സി. തലമുറകളേക്കാൾ, ഡി. രാജാക്കന്മാരെയുംകാൾ. ശരിയുത്തരം ഡി. രാജാക്കന്മാരെയുംകാൾ. അഞ്ചാമത്തെ ചോദ്യം: എന്തിനെയെല്ലാം വിവേചിച്ചറിയാൻ ഉദ്യമിക്കുന്നതും പാഴ്വേലയാണെന്ന് സഭാപ്രസംഗകൻ മനസ്സിലാക്കി? 1. ജ്ഞാനത്തെ, 2. ഭോഷത്വത്തെ, 3. ഉന്മത്തതയെ, 4. അറിവിനെ. എ. 1, 2, ബി. 1, 2, 3, 4, സി. 1, 3, 4, ഡി. 1, 2, 4. ശരിയുത്തരം ബി. 1, 2, 3, 4. ജ്ഞാനത്തെയും ഭോഷത്വത്തെയും ഉന്മത്തതയെയും അറിവിനെയും. ആറാമത്തെ ചോദ്യം: ജ്ഞാനമേറുമ്പോൾ ഡാഷ് ഏറുന്നു? എ. വിവേകം, ബി. ബുദ്ധി, സി. ദുഃഖം, ഡി. കഷ്ടത. ശരിയുത്തരം സി. ദുഃഖം. ഏഴാമത്തെ ചോദ്യം: സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട്? എ. ജ്ഞാനവും ഭോഷത്വവും മിഥ്യ, ബി. സുഖഭോഗങ്ങൾ മിഥ്യ, സി. മിഥ്യകളിൽ മിഥ്യ, ഡി. എവിടെയും അനീതി. ശരിയുത്തരം സി. മിഥ്യകളിൽ മിഥ്യ. എട്ടാമത്തെ ചോദ്യം: അറിവ് വർദ്ധിക്കുമ്പോൾ ഒപ്പം വർദ്ധിക്കുന്നതെന്ത്? എ. സംശയം, ബി. നേട്ടം, സി. ചിന്ത, ഡി. വ്യസനം. ശരിയുത്തരം ഡി. വ്യസനം. ഒൻപതാമത്തെ ചോദ്യം: എന്താണ് നിഷ്ഫലമാണെന്ന് സഭാപ്രസംഗകൻ മനസ്സിലാക്കിയത്? എ. സുഖഭോഗങ്ങൾ, ബി. സംഭവിക്കുന്നത്, സി. അധ്വാനം, ഡി. ആഹ്ലാദം. ശരിയുത്തരം എ. സുഖഭോഗങ്ങൾ. പത്താമത്തെ ചോദ്യം: മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തെന്നും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ വേണ്ടി സഭാപ്രസംഗകൻ എന്തിനെയാണ് ആശ്ലേഷിച്ചത്? എ. ജ്ഞാനത്തെ, ബി. ഭോഷത്വത്തെ, സി. കഠിനാധ്വാനത്തെ, ഡി. അറിവിനെ. ശരിയുത്തരം ബി. ഭോഷത്വത്തെ. 11ാമത്തെ ചോദ്യം: ജെറുസലേമിലെ മുൻഗാമികളേക്കാൾ എങ്ങനെയെല്ലാമായി തീർന്നപ്പോഴും സഭാപ്രസംഗകൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നുപോയില്ല? എ. സമ്പന്നനും മഹാനും, ബി. ഉന്നതനും സമ്പന്നനും, സി. സമർത്ഥനും സമ്പന്നനും, ഡി. ഉന്നതനും മഹാനും. ശരിയുത്തരം ഡി. ഉന്നതനും മഹാനും. 12ാമത്തെ ചോദ്യം: എന്താണ് സഭാപ്രസംഗകൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു എന്ന് പറഞ്ഞത്? എ. പ്രയത്നങ്ങളിൽ ഹൃദയം സന്തോഷിച്ചത്, ബി. സ്വർണവും വെള്ളിയും ധനവും സ്വന്തമാക്കിയത്, സി. ഇസ്രായേലിൻ്റെ രാജാവായിരുന്നത്, ഡി. മുൻഗാമികളേക്കാൾ ഉന്നതനായി തീർന്നത്. ശരിയുത്തരം എ. പ്രയത്നങ്ങളിൽ ഹൃദയം സന്തോഷിച്ചത്. 13ാമത്തെ ചോദ്യം: സഭാപ്രസംഗകൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും എന്തു ചെയ്തപ്പോഴാണ് എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു എന്ന് മനസ്സിലാക്കിയത്? എ. വിവേചിച്ചപ്പോൾ, ബി. അവലോകനം ചെയ്തപ്പോൾ, സി. അപഗ്രഥനം ചെയ്തപ്പോൾ, ഡി. നിരൂപണം ചെയ്തപ്പോൾ. ശരിയുത്തരം ഡി. നിരൂപണം ചെയ്തപ്പോൾ. 14ാമത്തെ ചോദ്യം: പ്രകാശം എന്തിനെ എന്ന പോലെയാണ്
ജ്ഞാനം ഭോഷത്വത്തെ അതിശയിക്കുന്നത്. എ വെളിച്ചത്തെ, ബി അന്ധകാരത്തെ, സി അറിവിനെ, ഡി ആനന്ദത്തെ. ശരിയുത്തരം ബി അന്ധകാരത്തെ. 15-ാമത്തെ ചോദ്യം, ഭോഷനെ പോലെ ജ്ഞാനിക്കും ഡാഷ് ലഭിക്കുകയില്ല. എ ശാശ്വത സ്മരണ, ബി പ്രതിഫലം, സി അഭിലഷിച്ചതെല്ലാം, ഡി ജീവിത സുഖങ്ങൾ. ശരിയുത്തരം എ ശാശ്വത സ്മരണ. 16-ാമത്തെ ചോദ്യം, സൂര്യന് കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യവും എപ്രകാരമായതുകൊണ്ടാണ് സഭാപ്രസംഗകൻ ജീവിതം വെറുത്തത്? എ മിഥ്യ, ബി ക്ലേശഭൂയിഷ്ടം, സി വേദനാജനകം, ഡി പാഴ്വേല. ശരിയുത്തരം സി വേദനാജനകം. 17-ാമത്തെ ചോദ്യം, സൂര്യന് കീഴെ ബുദ്ധിപൂർവം പ്രയത്നിച്ചതിൻ്റെ ഫലം ആരുടെ അധീനതയിലാകുമെന്നതാണ് സഭാപ്രസംഗൻ അധ്വാനങ്ങളെ വെറുക്കാൻ കാരണമായത്? എ മറ്റാരുടെയോ, ബി പിൻഗാമിയുടെ, സി അധ്വാനിക്കാത്തവൻ്റെ, ഡി ജ്ഞാനിയല്ലാത്തവൻ്റെ. ശരിയുത്തരം ബി പിൻഗാമിയുടെ. 18-ാമത്തെ ചോദ്യം, ഒരുവൻ അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് വിട്ടുകൊടുക്കേണ്ടി വരുന്നത് എന്താണെന്നാണ് സഭാപ്രസംഗൻ അഭിപ്രായപ്പെട്ടത്? എ മിഥ്യയും പാഴ്വേലയും, ബി മിഥ്യയും നിർഭാഗ്യവും, സി നിഷ്ഫലവും നിർഭാഗ്യവും, ഡി ഭോഷത്വവും വേദനാജനകവും. ശരിയുത്തരം ബി മിഥ്യയും നിർഭാഗ്യവും. 19-ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ്. ഡാഷാകട്ടെ ദുഃഖസങ്കുലനവും. എ വരാനിരിക്കുന്നവയാകട്ടെ, ബി നേട്ടങ്ങളാകട്ടെ, സി അധ്വാനമാകട്ടെ, ഡി സമസ്ത കാര്യവുമാകട്ടെ. ശരിയുത്തരം സി അധ്വാനമാകട്ടെ. 20-ാമത്തെ ചോദ്യം, തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ എന്തു ചെയ്യുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല. എ ജീവിക്കുന്നതിനേക്കാൾ, ബി ആനന്ദിക്കുന്നതിനേക്കാൾ, സി വിശ്വസിക്കുന്നതിനേക്കാൾ, ഡി ആശ്രയിക്കുന്നതിനേക്കാൾ. ശരിയുത്തരം ബി ആനന്ദിക്കുന്നതിനേക്കാൾ. 21-ാമത്തെ ചോദ്യം, ആർക്കാണ് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത്? എ തന്നെ പ്രസാദിപ്പിക്കുന്നവന്, ബി ജ്ഞാനിക്ക്, സി ഭോഷന്, ഡി കഠിനാധ്വാനിക്ക്. ശരിയുത്തരം എ തന്നെ പ്രസാദിപ്പിക്കുന്നവന്. 22-ാമത്തെ ചോദ്യം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നതാർക്ക്? എ സമ്പന്നന്, ബി അഹങ്കാരിക്ക്, സി അധ്വാനിക്കാത്തവന്, ഡി പാപിക്ക്. ശരിയുത്തരം ഡി പാപിക്ക്. 23-ാമത്തെ ചോദ്യം, സഭാപ്രസംഗകൻ 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്തിനെക്കുറിച്ച്? എ സമാധാനത്തിനൊരു കാലം, ബി അധ്വാനിക്കുന്നവന് അവൻ്റെ അധ്വാനം കൊണ്ട് എന്തു ഫലം, സി എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ഡി ജനിക്കാൻ ഒരു കാലം. ശരിയുത്തരം സി എല്ലാറ്റിനും ഒരു സമയമുണ്ട്. 24-ാമത്തെ ചോദ്യം, ദൈവം സമസ്തവും അതതിൻ്റെ കാലത്ത് എങ്ങനെ ഇരിക്കത്തക്ക വിധമാണ് സൃഷ്ടിച്ചത്? എ പൊരുത്തപ്പെട്ടിരിക്കത്തക്ക വിധം, ബി ഭംഗിയായിരിക്കത്തക്ക വിധം, സി സമഗ്രമായിരിക്കത്തക്ക വിധം, ഡി ആസ്വാദ്യമായിരിക്കത്തക്ക വിധം. ശരിയുത്തരം ബി ഭംഗിയായിരിക്കത്തക്ക വിധം. 25-ാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തതാർക്ക്? എ മനുഷ്യർക്ക്, ബി ദൈവവിശ്വാസമില്ലാത്തവർക്ക്, സി ധനികന്, ഡി ഭോഷന്. ശരിയുത്തരം എ മനുഷ്യർക്ക്. 26-ാമത്തെ ചോദ്യം, മനുഷ്യ മനസ്സിൽ എന്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധമാണ് അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത്? എ ആനന്ദത്തിൻ്റെ, ബി അറിവിൻ്റെ, സി ജ്ഞാനത്തിൻ്റെ, ഡി കാലത്തിൻ്റെ. ശരിയുത്തരം ഡി കാലത്തിൻ്റെ. 27-ാമത്തെ ചോദ്യം, എന്തിനെയാണ് ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? എ ദൈവരാജ്യത്തെ, ബി നീതിയെ, സി സമാധാനത്തെ, ഡി കടന്നുപോയ ഓരോന്നിനെയും. ശരിയുത്തരം ഡി കടന്നുപോയ ഓരോന്നിനെയും. 28-ാമത്തെ ചോദ്യം, സൂര്യനു കീഴെ നീതി പുലരേണ്ട എവിടെ പോലും തിന്മ കുടികൊള്ളുന്നതായാണ് സഭാപ്രസംഗകൻ പറഞ്ഞത്? എ ഭൂമിയിൽ, ബി കുടുംബങ്ങളിൽ, സി ന്യായപീഠത്തിൽ, ഡി രാജസന്നിധിയിൽ. ശരിയുത്തരം സി
ന്യായപീഠത്തിൽ. 29-ാമത്തെ ചോദ്യം. ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതിരുന്ന ആരുടെ കണ്ണീരാണ് സഭാപ്രസംഗകൻ വീക്ഷിച്ചത്? എ. മർദ്ദിതരുടെ, ബി. മാതാപിതാക്കളുടെ, സി. കുട്ടികളുടെ, ഡി. അനാഥരുടെ. ശരിയുത്തരം എ. മർദ്ദിതരുടെ. 30-ാമത്തെ ചോദ്യം. ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരും ആരേക്കാൾ ഭാഗ്യവാന്മാരാണെന്നാണ് പറഞ്ഞത്? എ. ദരിദ്രരേക്കാൾ, ബി. ദൈവവിശ്വാസമില്ലാത്തവരേക്കാൾ, സി. ചാപിള്ളയേക്കാൾ, ഡി. ജീവിച്ചിരിക്കുന്നവരേക്കാളും മരിച്ചുപോയവരേക്കാളും. ശരിയുത്തരം ഡി. ജീവിച്ചിരിക്കുന്നവരേക്കാളും മരിച്ചുപോയവരേക്കാളും. 31-ാമത്തെ ചോദ്യം. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ എന്തിൻ്റെ ഫലമാണെന്നാണ് സഭാപ്രസംഗകൻ ഗ്രഹിച്ചത്? എ. ചിന്താശക്തിയുടെ, ബി. പരസ്പര സ്പർദ്ധയുടെ, സി. ദൃഢനിശ്ചയത്തിൻ്റെ, ഡി. ആവശ്യങ്ങളുടെ. ശരിയുത്തരം ബി. പരസ്പര സ്പർദ്ധയുടെ. 32-ാമത്തെ ചോദ്യം. ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തേക്കാളും പാഴ്വേലയേക്കാളും ഉത്തമം എന്താണ്? എ. സ്വസ്ഥത, ബി. സമാധാനം, സി. സന്തോഷം, ഡി. സമ്പത്ത്. ശരിയുത്തരം എ. സ്വസ്ഥത. 33-ാമത്തെ ചോദ്യം. ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം നിർധനനെങ്കിലും എങ്ങനെയുള്ള യുവാവാണ്? എ. ശാന്തനായ, ബി. ബുദ്ധിമാനായ, സി. അധ്വാനിയായ, ഡി. ശക്തനായ. ശരിയുത്തരം ബി. ബുദ്ധിമാനായ. 34-ാമത്തെ ചോദ്യം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് ആരുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം? എ. വിഡ്ഢിയുടെ, ബി. അവിശ്വാസിയുടെ, സി. ഭോഷൻ്റെ, ഡി. ധനികൻ്റെ. ശരിയുത്തരം എ. വിഡ്ഢിയുടെ. 35-ാമത്തെ ചോദ്യം. തങ്ങൾ ഡാഷ് ആണ് പ്രവർത്തിക്കുന്നതെന്ന ഭോഷന്മാർ അറിയുന്നില്ല. എ. വിഡ്ഢിത്തം, ബി. അവിവേകം, സി. തിന്മ, ഡി. മിഥ്യ. ശരിയുത്തരം സി. തിന്മ. 36-ാമത്തെ ചോദ്യം. ദുസ്വപ്നങ്ങൾ കൂടുന്നത് എപ്പോഴാണ്? എ. ആകുലതയേറുമ്പോൾ, ബി. പ്രതീക്ഷകളേറുമ്പോൾ, സി. ഭയമുള്ളപ്പോൾ, ഡി. ദുരിതങ്ങളുണ്ടാകുമ്പോൾ. ശരിയുത്തരം എ. ആകുലതയേറുമ്പോൾ. 37-ാമത്തെ ചോദ്യം. ദൈവത്തിന് പ്രീതിയില്ലാത്തത് ആരിലാണ്? എ. അവിശ്വാസികളിൽ, ബി. ധനികരിൽ, സി. സ്വാർത്ഥരിൽ, ഡി. മൂഢരിൽ. ശരിയുത്തരം ഡി. മൂഢരിൽ. 38-ാമത്തെ ചോദ്യം. സ്വപ്നങ്ങളേറുമ്പോൾ ഒപ്പം വർദ്ധിക്കുന്നതെന്ത്? എ. പ്രതീക്ഷകൾ, ബി. പൊള്ളവാക്കുകൾ, സി. ആഗ്രഹങ്ങൾ, ഡി. ധനം. ശരിയുത്തരം ബി. പൊള്ളവാക്കുകൾ. 39-ാമത്തെ ചോദ്യം. ഭൂമിയുടെ വിളവ് ആർക്കുള്ളതാണ്? എ. ദ്രവ്യാഗ്രഹിക്ക്, ബി. ദരിദ്രന്, സി. അധ്വാനിക്കുന്നവന്, ഡി. എല്ലാവർക്കും. ശരിയുത്തരം ഡി. എല്ലാവർക്കും. 40-ാമത്തെ ചോദ്യം. ധനികൻ്റെ ഉറക്കം കെടുത്തുന്നതെന്ത്? എ. കൂടുതൽ സമ്പാദിക്കാനുള്ള ചിന്ത, ബി. ധനം മറ്റുള്ളവർ അപഹരിക്കുമെന്ന ചിന്ത, സി. അമിത സമ്പാദ്യം, ഡി. ആയുസ്സിനെക്കുറിച്ചുള്ള ചിന്ത. ശരിയുത്തരം സി. അമിത സമ്പാദ്യം. 41-ാമത്തെ ചോദ്യം. തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നതാര്? എ. ധനികൻ, ബി. ഉടമസ്ഥൻ, സി. വിഡ്ഢി, ഡി. ഭോഷൻ. ശരിയുത്തരം എ. ധനികൻ. 42-ാമത്തെ ചോദ്യം. ഡാഷ് ഈ ഹ്രസ്വജീവിതം മനുഷ്യൻ തിന്നുകുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത്. എ. മിഥ്യയായ, ബി. നിഷ്ഫലമായ, സി. അനുഗ്രഹപ്രദമായ, ഡി. ദൈവദത്തമായ. ശരിയുത്തരം ഡി. ദൈവദത്തമായ. 43-ാമത്തെ ചോദ്യം. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ എന്തു ചെയ്യേണ്ടതാണ്? എ. സന്തോഷഭരിതമാക്കേണ്ടതാണ്, ബി. ആസ്വദിക്കേണ്ടതാണ്, സി. മാനിക്കേണ്ടതാണ്, ഡി. മനസ്സിലാക്കേണ്ടതാണ്. ശരിയുത്തരം സി. മാനിക്കേണ്ടതാണ്. 44-ാമത്തെ ചോദ്യം. ദൈവം
മനുഷ്യന് നൽകിയ എന്തെല്ലാമാണ് അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? 1. സമ്പത്ത്, 2. സമാധാനം, 3. കീർത്തി, 4. ഐശ്വര്യം. എ 1, 2, 3, ബി 2, 3, 4, സി 1, 2, 4, ഡി 1, 3, 4. ശരി ഉത്തരം ഡി 1, 3, 4. സമ്പത്തും കീർത്തിയും ഐശ്വര്യവും. ഒരുവൻ ഡാഷ് ആയിരുന്നാലും ജീവിതസുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നു. എ രാജാവ്, ബി ജ്ഞാനി, സി ദീർഘായുഷ്മാൻ, ഡി സമ്പന്നൻ. ശരിയുത്തരം സി ദീർഘായുഷ്മാൻ. എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ? എ ഉദരപൂരണത്തിന്, ബി ജീവിതസുഖങ്ങൾ അനുഭവിക്കാൻ, സി സന്തോഷപ്രദമായ ജീവിതത്തിന്, ഡി സമാധാനത്തിന്. ശരിയുത്തരം എ ഉദരപൂരണത്തിന്. കൺമുമ്പിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് എന്തിനേക്കാൾ നല്ലത്? എ സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ, ബി കിട്ടാത്ത ധനം ആഗ്രഹിക്കുന്നതിനേക്കാൾ, സി അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ, ഡി അധ്വാനിച്ചുണ്ടാക്കാത്ത സമ്പത്ത് അനുഭവിക്കുന്നതിനേക്കാൾ. ശരിയുത്തരം എ സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ. എന്തിൻ്റെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ തിന്മയുടെ, ബി അസത്യത്തിൻ്റെ, സി സമ്പത്തിൻ്റെ, ഡി വാക്കുകളുടെ. ശരിയുത്തരം ഡി വാക്കുകളുടെ. ഡാഷ് പോലെ കടന്നു പോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആരറിയുന്നു? എ കാറ്റ്, ബി നിഴൽ, സി ഇരുട്ട്, ഡി പ്രകാശം. ശരിയുത്തരം ബി നിഴൽ. 50-ാമത്തെ ചോദ്യം. സഭാപ്രസംഗകൻ്റെ പുസ്തകം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്? എ സൂര്യൻ, ബി ഭോഷൻ, സി കാലം, ഡി മിഥ്യ. ശരിയുത്തരം സി കാലം. താങ്ക് യു.